അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാനിൽ 4ാമത്തെ പാഠം അത്തബറക്കു ബി ആസാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ കൊണ്ട് ബറക്കത്തെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പറയാൻ പോകുന്നത്. ബറക്കത്തെടുക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ, മഹാന്മാരുടെ ചരിത്രങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ബറക്കത്തെടുത്തിരുന്നത്, ഇങ്ങനത്തെ സംഗതികളൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് പാഠം വായിച്ചതിന് ശേഷം നമുക്ക് ഖുറാസത്തു തദ്രീബ് കൂടെ വായിക്കാം. ഹലക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുടി കളഞ്ഞു. ബി മിനൻ ഫി ഹജ്ജത്തിൽ വദാഇ. ഹജ്ജത്തിൽ വദാഇൽ മിനയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? മുടി കളഞ്ഞു. ഫഅഅതാഹു അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ആ മുടി കളഞ്ഞതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനിക്ക് നൽകി. വഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇഖ്സിമുഹു ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ അതിനെന്ത് ചെയ്യുക? വീതിച്ച് നൽകുക, ജനങ്ങൾക്കിടയിൽ അതിനെ ഓരിവെക്കുക. വ അഖദ മിൻഹു അബൂ തൽഹത മാ അഖദഹു. ബഹുമാനപ്പെട്ടവർ അതിൽ നിന്നും ആവശ്യത്തിന് എടുത്തു. വ അഅതാ മിൻഹു സൗജത്തുഹു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? ആ ബഹുമാനപ്പെട്ടവർ ശേഖരിച്ച് വെച്ച ആ മുടിയെ മഹാനവറുകളുടെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിനിക്ക് എന്ത് ചെയ്തു? നൽകി. ഫജഅലതുഹു ഫീ തീബിഹ. ഫജഅലതുഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയെ അവരാക്കി, ഫീ തീബിഹ, അവരുടെ എന്തിൽ? സുഗന്ധത്തിൽ. സുമ്മ അളാഫത്ത് ഇലൈഹി, പിന്നെ അതിലേക്ക് അവർ ചേർത്തു. മാ അഖദതുഹു മിൻ അറഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിൽ നിന്നും അവർ ശേഖരിച്ചത് എന്ത് ചെയ്തു? അതിലേക്ക് ആക്കി. അഖദതുഹു വഹുവ നായിമുൻ ഫി ബൈത്തിഹ. എപ്പോഴാണ് ആ വിയർപ്പ് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എടുത്തത്? അഖദതുഹു, അതിനെ മഹദിയവർ ശേഖരിച്ചു. വഹുവ നായിമുൻ ഫി ബൈത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഉറങ്ങുന്നവരായിരുന്നു. ആ സമയത്താണ് വിയർപ്പിന് എന്ത് ചെയ്തത്? ശേഖരിച്ചത്. ഫബൈനമാ ഹിയ തഅഖുദുൽ അറഖ ഫി ഖാറൂറത്തിൻ. അങ്ങനെ മഹദി അവர்கள் ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്നും വേർപ്പ് ഇങ്ങനെ ശേഖരിക്കുമ്പോൾ, കുപ്പിയിലേക്ക് ശേഖരിക്കുമ്പോൾ, ഖാറൂറത്ത് പറഞ്ഞാൽ കുപ്പിയിലേക്ക് ശേഖരിക്കുമ്പോൾ, ഇസ്തൈഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. ഫഖാല, നബി തങ്ങൾ ചോദിച്ചു, യാ ഉമ്മു സുലൈം മാ ഹാദല്ലദീ തസ്നഈന. എന്താ ഉമ്മു സുലൈം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങളെന്താ പ്രവർത്തിക്കുന്നത്? ഖാലത്ത്, അപ്പോൾ മഹദി അവർകൾ പറഞ്ഞു, ഹാദാ അറഖുക. നബിയെ, ഇത് തങ്ങളുടെ വിയർപ്പാണ്. നഹ്നു നജഅലുഹു ഫീ തീബിന. ഈ വിയർപ്പിന് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ സുഗന്ധത്തിൽ നഹ്നു നജഅലുഹു ഫീ തീബിന, ഞങ്ങളുടെ സുഗന്ധത്തോടു കൂടെ ഇതിനെന്ത് ചെയ്യും? ചേർക്കും. വഹുവ മിൻ അത്യബി തീബി. ആ സുഗന്ധം ഉണ്ടല്ലോ, സുഗന്ധദ്രവ്യങ്ങളിൽ വെച്ച് ഏറ്റവും പരിമളമുള്ള സുഗന്ധമാകും. നെർജു ബറക്കത്തുഹു ലി സിബിയാനിന. നെർജു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ബറക്കത്തുഹു, അതിൻ്റെ ബറക്കത്തിൻ്റെ സിബിയാനിന, ഞങ്ങളെ കുട്ടികൾക്ക് അതുകൊണ്ട് ബറക്കത്തെടുക്കണേയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസബ്തി, നീ സത്യം കൈവരിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. സുമ്മ ലമ്മാ ഹദറ ഇബ്നഹ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൽ വഫാത്തു. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനിക്ക് മരണമാസന്നമായപ്പോൾ ഔസാ ഇലാ ഹഫീദിഹി, തൻ്റെ മകനോട് എന്ന പേരക്കുട്ടിയോട് എന്ത് ചെയ്തു? വസിയത്ത് ചെയ്തു. അൻ യുജഅല ഫീ ഹനൂത്തിഹി. ഹനൂത്ത് പറഞ്ഞാൽ മയ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സുഗന്ധമാണ്. ആ സുഗന്ധത്തോടു കൂടെ ആക്കലിനെ ഷൈഉൻ മിൻ ദാലിക തീബി, ഈ സുഗന്ധത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് ചേർത്ത ആ സുഗന്ധത്തിൽ നിന്ന് അല്പം ആക്കലിന് എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവർ വസിയത്ത് ചെയ്തു. ഫജുഇല ഫീ ഹനൂത്തി, അങ്ങനെ ഹനൂത്തിനോട് കൂടെ അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് ശേഖരിച്ച് കുപ്പിയിലാക്കിയ ആ സുഗന്ധം കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ ഹനൂത്തിനോട് കൂടെ ചേർത്തു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുഅദ്ദിലു സുഫൂഫ ജയ്ഷി ബദരിൻ, ബദർ യുദ്ധത്തിലെ സൈന്യത്തിൻ്റെ സൊഫുകൾ അങ്ങനെ ശരിപ്പെടുത്തുകയായിരുന്നു. ഫറഅ സവാബ് ബിൻ ഗസിയ്യ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാബ് ബിൻ ഗസിയ്യ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. മുതഖദ്ദിമൻ മിൻ സൊഫിൽ നിന്നും അല്പം മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. ഫതഅനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖിദിഹിഹി ഫീ ബത്നിഹി.
ബഹുമാനപ്പെട്ടവരുടെ വയറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ അസ്ത്രം കൊണ്ട് എന്ത് ചെയ്തു, ഒന്ന് കുത്തി. ഫതഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുത്തി ബിഖിദിഹി അവിടുത്തെ അസ്ത്രം കൊണ്ട് ഫീ ബത്നിഹി ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയറിന്. ഖായിലൻ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു, ഇസ്തഖിം യാ സവാദ്, സവാദ് ഓ സവാദ് എന്നവരെ നിങ്ങൾ നേരെ നിൽക്കൂ എന്നെന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. ഫഖാല ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, ഔജഅതനി, ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, ഔജഅതനി, എന്നെ എന്ത് ചെയ്തു നബിയെ തങ്ങൾ വേദനിപ്പിച്ചു. വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദ്ലി, നബിയെ തങ്ങളെ അല്ലാഹു തആല സത്യം കൊണ്ടും നീതി കൊണ്ടും അയച്ചതാണല്ലോ. വഖദ് ബഅസകല്ലാഹു, നബി അല്ലാഹു തആല തങ്ങളെ നിയോഗിച്ചിരിക്കുന്നു ബിൽ ഹഖ്, സത്യത്തോടെയും വൽ അദ്ലി, നീതിയോടെയും. ഫഅഖിദ്നി, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, പ്രതിക്രിയ ചെയ്യണം, എനിക്ക് പ്രതികാരം ചെയ്യണം എന്നെന്ത് ചെയ്തു സവാദ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഫകശഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ബത്നിഹി ഖായിലൻ, ഫകശഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ബത്നിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വയറിനെ തൊട്ട്, സവാദ് റളിയല്ലാഹുവിൻ്റെ വയറിലാണല്ലോ കുത്തിയത്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു, തൻ്റെ വയറിനെ തൊട്ട് നീക്കി, വസ്ത്രം നീക്കി. എന്നിട്ട് ഖായിലൻ, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇസ്തഖിദ്, ഓ സവാദ് റളിയല്ലാഹു അൻഹു നിങ്ങൾ എന്ത് ചെയ്യൂ, പ്രതിക്രിയ ചെയ്യൂ എന്നെന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഫഅതനഖഹു സവാദുൻ വഖബ്ബല ബത്നഹു, ഫഅതനഖഹു ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു ആശ്ലേഷിച്ചു, കൂട്ടിപ്പിടിച്ചു സവാദ് റളിയല്ലാഹു അൻഹു. വഖബ്ബല ബത്നഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറിനെ എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ടവർ ചുംബിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, ഹദറ മാ തറാ, അങ്ങ് കാണുന്ന കാര്യം ഹാജറായിരിക്കുന്നു. എന്താണ്, യുദ്ധം ചെയ്തിട്ടുണ്ട്, ഹാജറായിട്ടുണ്ട്, ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഫഅറത്തു അൻ അകൂന ആഖിറൽ അദി ബിക, ഫഅറത്തു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ യകൂന ആഖിറുൽ അഹദി, അങ്ങയോട് കൂടെയുള്ള അവസാന സമയം ആകലിനെ ഞാൻ ഉദ്ദേശിക്കുന്നു. അയ്യമസ്സ ജിൽദി ജിൽദക്ക, എൻ്റെ തൊലി അങ്ങയുടെ തൊലിയോട് ചേരിക്കലിനെ ഞാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ ഈ അവസാന സമയത്ത്, ഇതങ്ങനെ നടക്കാനിരിക്കുകയാണല്ലോ, അപ്പോൾ ഈ അങ്ങയോട് കൂടെയുള്ള ഈ അവസാന സമയത്ത് എൻ്റെ തൊലി അങ്ങയുടെ തൊലിയോട് കൂടെ ചേരലിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഉദ്ദേശിക്കുന്നു. ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈരിൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹുവിനെ നന്മ കൊണ്ട് അവിടെ നിന്ന് ദുആ ചെയ്തു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി അടുത്ത സംഭവം, വഹാദ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അബൂ സുഫിയാൻ്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം പറയാണ്. ഖാലലി അഹ്ലിഹി, തൻ്റെ കുടുംബത്തോട് പറഞ്ഞു, ഇന്ദ മൗത്തിഹി, മരണമാസന്നമാകുന്ന സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബത്തോട് പറയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസാനി ഖമീസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഒരു ജുബ്ബ എന്നെ ധരിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഒരു ജുബ്ബ ധരിപ്പിച്ചിരുന്നു. ഫറഫഅതുഹു, അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. വഖലമ അൽഫാറുഹു, വേറെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നഖം വെട്ടി. യൗമൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നഖം വെട്ടി. ഫഅഖദതു ഖുലാമതഹു, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖം ഞാൻ ശേഖരിച്ചു, എടുത്തു വെച്ചു. ഫജഅലത്തുഹാ ഫീ ഖാറൂറത്തിൻ, ഫജഅലത്തുഹാ ഫീ ഖാറൂറത്തിൻ, ആ നഖത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഫഇദാ മിത്തു, അങ്ങനെ ഞാൻ മരിച്ചാൽ ഫഉൽബിസൂനി, നിങ്ങൾ എന്നെ ധരിപ്പിക്കണം. ഹാദൽ ഖമീസ, ആ ഖമീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ധരിപ്പിച്ച ആ ഖമീസ് ഉണ്ടല്ലോ, ആ ജുബ്ബ, അതെന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ധരിപ്പിക്കണം. വസ്ഹഖു തിൽക്കൽ കുലാമത്ത, വസ്ഹഖു നിങ്ങൾ പൊടിക്കണം, തിൽക്കൽ കുലാമത്ത, ആ ഏതിനെ, നഖത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഖം വെട്ടിയ നഖമുണ്ടല്ലോ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, പൊടിക്കണം. വദറൂഹ, അതിനെ നിങ്ങൾ വിതരണം. ഫി ഐനയ്യ, എൻ്റെ രണ്ട് കണ്ണിൽ, വഫി ഫമി, എൻ്റെ വായിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ വിതരണം. ഫഅസല്ലാഹു അൻ യർഹമനി ബിബറകതിഹാ, അതിൻ്റെ ബറക്കത്തുകളെ കൊണ്ട് അല്ലാഹു തആല എനിക്ക് റഹ്മത്ത് ചെയ്തേക്കാം, കാരുണ്യം ചെയ്തേക്കാം എന്നെന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബത്തോട് എന്ത് ചെയ്തു, വസിയ്യത്ത് ചെയ്തു. വൽ ഇമാമു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഉഅ്തിയ 3 ശഅറാത്ത് മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാറുകളിൽ നിന്ന് മുടികളിൽ നിന്ന് 3 മുടി എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവർക്ക് നൽകപ്പെട്ടു. ഔസ ബഹുമാനപ്പെട്ടവർ വസിയത്ത് ചെയ്തു ഇന്ദ മൗത്തിഹി തൻ്റെ മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് അയ്യുജഅല അലാ കുല്ലി ഐനിൻ ഷഅറത്തുൻ ആ 3 മുടികളിൽ നിന്നുള്ള ഓരോന്നും എന്ത് ചെയ്യണം? എൻ്റെ 2 കണ്ണുകളിൽ വെക്കണം. ഷഅറത്തുൻ അലാ ലിസാനിഹി മറ്റൊരു മുടി 3 മുടിയല്ല മൊത്തമുള്ളത് 2 കണ്ണിൽ ഓരോന്ന് വെച്ചു. മറ്റൊരു മുടി നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ നാവിലും വെക്കണം. അലാ ലിസാനിഹി എൻ്റെ നാവിൽ എന്ത് ചെയ്യണം? വെക്കണം. ഫജുഇല ദാലിക ബിഹി ബഅദ മൗതിഹി അങ്ങനെ ബഹുമാനപ്പെട്ടവർ വഫാത്തായതിനു ശേഷം അങ്ങനെ എന്ത് ചെയ്തു? പ്രവർത്തിക്കപ്പെട്ടു. ഇതുകൊണ്ടൊക്കെ ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹു ചെയ്തതാണെങ്കിലും ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു ചെയ്തതാണെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ ചെയ്തതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പ് കൊണ്ട് ബറക്കത്തെടുക്കാം എന്ന് അവർ നമുക്ക് എന്ത് ചെയ്യുകയാണ്? പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമുക്കും അതിന് അവസരം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പ് കാണൽ കൊണ്ട് ബറക്കത്തെടുക്കണം. അത് മുക്കിയ വെള്ളം കുടിച്ചുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ബറക്കത്തെടുക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നുവോ ആ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഇനി ഖുറാസത്ത് തദ്രീബ് നോക്കാം. ഒന്നാമത്തെ നഖ്റ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഖസമ യഖ്സിമു ഇവിടെ ഫേല് മാളി മുലാരിയാണ് കൊടുത്തിട്ട് ഖസമാണ് വീതിച്ചു യഖ്സിമു വീതിക്കും. അലാഫ ചേർത്തു യുലീഫ് ചേർക്കും. ഇസ്തൈഖല ഉണർന്നു യസ്തൈഖിലു ഉണരും. അങ്ങനെ ഓരോ വാക്യങ്ങളും ഓരോന്നും അതേപോലെ മാളി മുലാരിയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് കൊടുത്തത് എന്താണ്? നക്തുബുൽ മാന അർത്ഥം എഴുതാനാണ്. അറക്ക് പറഞ്ഞാൽ വിയർപ്പ്, കാറൂറത്ത് പറഞ്ഞാൽ കുപ്പി, തീബ് എന്ന് പറഞ്ഞാൽ സുഗന്ധം, കുലാമത്ത് നഖക്കഷ്ണം, അതുപോലെ ഹഫീദ് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടി, ഖിദ് എന്ന് പറഞ്ഞാൽ അസ്ത്രം. ഇനി നക്തസിബ് സിയാക്ക് സന്ദർഭം എഴുതാനാണ്. ഇക്സിംഹു ബൈനന്നാസ് ഇതിനെ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വീതിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് ഏതാണ് സന്ദർഭം? ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളഞ്ഞ ശേഷം മുടി കളഞ്ഞ ശേഷം ഹജ്ജത്തുൽ വദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞ ശേഷം മുടി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞതാണ് ഇക്സിം ബൈനന്നാസ്. 2 മാ ഹാദല്ലദീ തസ്നഈന എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്? അത് ആരോട് നബി തങ്ങൾ ചോദിച്ചത്? സന്ദർഭം ഏതാ? ഉറങ്ങിക്കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കുപ്പിയിലേക്ക് വടിച്ചെടുക്കുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചതാണത്. ഇനി അടുത്തത് അസബ്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല അസബ്തി നീ സത്യം കൈവരിച്ചിരിക്കുന്നു എന്ന്. അതേതാ? ഇത് അങ്ങയുടെ വിയർപ്പാണ്, ഞങ്ങൾ ഇതിനെ ഞങ്ങളുടെ സുഗന്ധദ്രവ്യത്തിൽ ആക്കും. അത് ഞങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും പരിമളമുള്ള സുഗന്ധദ്രവ്യമാണ്. അതിൻ്റെ ബറക്കത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അസബ്തി എന്ന് പറഞ്ഞത്. ഇനി 4-മത്തെ ഇസ്തഖിം യാ സവാദ് നിങ്ങൾ നേരെ നിൽക്കൂ. സവാദ് അല്ലാഹു സൊഫിൽ നിന്ന് മുമ്പോട്ട് നിന്നില്ലേ, അപ്പോൾ പറഞ്ഞില്ല ഏതാണ് ആ സന്ദർഭം? ബദറിൽ സൈന്യത്തിൻ്റെ അണികൾ നേരെയാക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു അണിയിൽ നിന്നും മുന്തി നിൽക്കുന്നത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് ഇസ്തഖിം യാ സവാദ്. 5 യാ റസൂലല്ലാഹ് ഹദറ മാ തറ ഫഅറത്തു അൻ യകൂന ആഖിറുൽ അഹ്ദി ബിക അൻ യമസ്സ ജിൽദി ജിൽദക. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? യുദ്ധം ഹാജരായിട്ടുണ്ട്, അതുപോലെ തന്നെ യുദ്ധം ഹാജരായ സമയത്ത് അവസാനം അങ്ങയോട് കൂടെയുള്ള ഈ സമയത്ത് എൻ്റെ ശരീരം എൻ്റെ തൊലിയെ അങ്ങയുടെ തൊലിയോട് ചേർക്കലിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഏതാണ് സന്ദർഭം? അങ്ങ് എന്നെ വേദനിപ്പിച്ചു, എനിക്ക് പ്രതികാരത്തിന് അവസരം നൽകണം എന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വയറിലെ മറനീക്കി പ്രതികാരമെടുക്കാൻ പറഞ്ഞപ്പോൾ വയറ് ചുംബിച്ചുകൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഈ വിഷയം. ഈ 6 ഫഅസല്ലാഹു യർഹമിനി ബിബറക്കത്തിഹി ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണത്. എപ്പോൾ പറഞ്ഞതാണത്? മരണസമയത്ത് തൻ്റെ കുടുംബത്തോട് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസ് എന്നെ ധരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖം പൊടിച്ച് എൻ്റെ കണ്ണിലും വായിലും വിതരണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞതാണിത് ഫഅസല്ലാഹു അൻ യർഹമനി ബിബറക്കത്തിഹി. ഇനി നുക്കമ്മിനുൽ ജുമല കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ ജുംല ഉണ്ടാക്കാനാണ്. ഹലക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅറഹു. അപ്പോൾ അവിടെ എന്തുണ്ട്? അടിവരട്ട ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളാണ്ട് മാറ്റി കൊടുക്കണം. എന്നിട്ട് 3 ഉദാഹരണം ഇത്. അങ്ങനെ ഹലക്ക മുബശ്ശിറുൻ ഷഅറഹു, ഹലക്ക റാഷിദുൻ ഷഅറഹു. ഇനി അടുത്തത് നക്തുബു
ബി തബ്ദീലി കലിമത്തിൻ ലത്തി തഹ്തഹ ഖത്തുൻ, അടിവരട്ട ഭാഗം പകരപ്പെടുത്തിക്കൊണ്ട് എഴുതാനാണ്. എന്താണ് പകരപ്പെടുത്തേണ്ടതെന്നുള്ള ഇപ്പുറത്തെ കോളത്തിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ജാ റജുലാനി, 2 മനുഷ്യന്മാർ വന്നു. അപ്പോൾ അവിടെ വലതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതണം? ജാ വലദാനി എന്ന് എഴുതണം. 2 റഅയ്തു റജുലൈനി, റഅയ്തു ഞാൻ കണ്ടു, റജുലൈനി 2 മനുഷ്യരെ കണ്ടു എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? വാലിദാനി എന്നാണുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതണം? റഅയ്തു വാലിദൈനി. എങ്ങനെ എഴുതും? വാലിദൈനി എന്നാക്കണം കേട്ടോ. വാവിന് അലിഫിട്ട് കൊടുക്കണം. വാലിദൈനി അല്ല സോറി വലദൈനി, സോറി റഅയ്തു റജുലൈനി റഅയ്തു വലദൈനി തന്നെ, വാലിദൈനി അല്ല വലദൈനി തന്നെ. ഓക്കെ. ഇനി മൂന്നാമത്തെ അഅ്തയ്തുൽ ഖുബ്സ ലി റജുലൈനി, അഅ്തയ്തുൽ ഖുബ്സ പത്തിരി നൽകിയ ലി റജുലൈനി 2 പുരുഷന്മാർക്ക്. അപ്പോൾ എങ്ങനെ എഴുതണം? ലിൽ റജുലൈനി എന്ന് പറഞ്ഞാൽ അപ്പോൾ ലിൽ വലദൈനി, ലിൽ വലദൈനി എന്ന് എന്ത് ചെയ്യണം? എഴുതണം. വലദാനി എന്നാണ് അവിടെ ഉള്ളത്, വലദൈനി എന്ന് എഴുതാം. അദ്ദല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫ, അപ്പോൾ ഇവിടെ സൊഫാനി എന്നുള്ളത് സൊഫൈനി എന്നാക്കണം. അഅ്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാറത്തൻ ലി സ്വഹാബിയ്യ്, സ്വഹാബിയാനി എന്ന ബ്രാക്കറ്റിൽ. അപ്പോൾ എങ്ങനെ എഴുതും? ലി സ്വഹാബിയ്യൈനി എന്ന്. ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശം എന്താണ്? അത് അലിഫ് കൊണ്ട് റഫും യാവ് കൊണ്ട് ജെറും നസ്ബും എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.